നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രസിദ്ധമായ പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ തർപ്പണ തിരുനാളിന് തുടക്കം. ഞായറാഴ്ച കാലത്ത് 6:30 ദിവ്യബലിക്ക് ശേഷം നേർച്ച ഭക്ഷണ വിതരണം തുടങ്ങും. ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനാകും. കൺസെഷനെ ചൊല്ലി വിദ്യാർത്ഥിനിയുമായി തർക്കിക്കുകയും അസഭ്യവർഷം നടത്തുകയും മൊബൈൽ ഫോണിൽ ഫോട്ടോ പകർത്താൻ ശ്രമിക്കുകയും ചെയ്തെന്ന പരാതിയിൽ ബസ് കണ്ടക്ടറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് പേരാമംഗലം സ്വദേശി 37 വയസ്സുള്ള സജീഷ്. ചൂണ്ടൽ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ മെറ്റീരിയൽ ഫെസിലിറ്റി കളക്ഷൻ സെന്റർ നവീകരിക്കുന്നു. 8ാം വാർഡ് മണലിയിൽ പ്രവർത്തിക്കുന്ന MCF ആണ് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിക്കുന്നത്. സർവീസ് നടത്തിയിരുന്ന KSRTC ബസ്സുകളെല്ലാം സർവീസ് നിർത്തിയതോടെ കാട്ടകാമ്പാൽ മേഖലയിലെ യാത്രക്കാർ വലയുന്നു. പെങ്ങാമുക്ക് തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ബസ് നിർത്താൻ കാരണം താമസ സൗകര്യത്തിന്റെ അഭാവം. പ്രശ്നപരിഹാരത്തിന് ക്രിയാത്മകമായ നടപടികൾ വേണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. പാലയൂർ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിലെ പ്രസിദ്ധമായ തർപ്പണ തിരുനാളിന് തുടക്കമായി. ഇന്നും നാളെയുമായാണ് തിരുനാൾ ആഘോഷം. ഇന്ന് വൈകിട്ട് 5:30 നടന്ന ദിവ്യബലിക്കു ശേഷം കൂടുതുറക്കൽ ശുശ്രൂഷയോടുകൂടി തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് ആരംഭമായി. ദിവ്യബലിക്കും കൂടുതുറക്കൽ ശുശ്രൂഷകൾക്കും തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ എന്നിവർ സംബന്ധിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ആരംഭിച്ച അമ്പ്, വള, ശൂലം എഴുന്നള്ളിപ്പ് രാത്രി 10 മണിക്ക് സമാപിക്കും. തുടർന്ന് വർണ്ണമഴയും മെഗാ ബാൻഡ് മേളവും ഉണ്ടായിരിക്കും. UAE കൂട്ടായ്മ, ഖത്തർ ബ്രദേഴ്സ്, കുവൈത്ത്, സൗദി അറേബ്യ തുടങ്ങി പ്രവാസി അസോസിയേഷൻ എന്നിവർ ചേർന്നൊരുക്കിയ ദീപാലങ്കാരവും തിരുനാളിനെ മനോഹാരിതയേകി. കൂടാതെ വെള്ളിയാഴ്ചയിലെ ദിവ്യബലിക്ക് തീർത്ഥകേന്ദ്രത്തിലെ പൂർവ്വകാല ഗായക സംഘത്തിലെ അംഗങ്ങൾ നേതൃത്വം നൽകി. ട്രസ്റ്റിമാരായ സന്തോഷ് TJ, KJ പോൾ, CM ബാബു, ജോഫിൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ഞായറാഴ്ച കാലത്ത് 6:30 ദിവ്യബലിക്കു ശേഷം ഉച്ചയ്ക്ക് 1:30 വരെ ഊട്ടുനേർച്ച ഭക്ഷണ വിതരണം ഉണ്ടാകും. നേർച്ച പായസവും പാർസലായി ലഭിക്കുമെന്ന് പാർസൽ കൺവീനർ ജോൺസൺ NK അറിയിച്ചു. രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനാകും. ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലക്കൽ തിരുനാൾ സന്ദേശവും നൽകും. ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം നൽകുന്ന സമൂഹ മാമോദിസ ഉണ്ടാകും. ഭക്തജനങ്ങൾക്കായി വഴിപാടുകൾ നടത്തുന്നതിനുള്ള സൗകര്യവും നേർച്ച പാക്കറ്റുകൾ ലഭിക്കാനുള്ള ക്രമീകരണവും ഒരുക്കിയതായി സ്റ്റീഫൻ ചെമ്മണ്ണൂർ അറിയിച്ചു. ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കൺവീനർ തോമസ് വാഗേൽ അറിയിച്ചു. പ്രദക്ഷിണത്തിനു ശേഷം ന്യൂ സംഗീത് തിരൂരും കാൽവരി ജോസ് കിങ്സും സംയുക്തമായി അവതരിപ്പിക്കുന്ന ബാൻഡ് ശിങ്കാരി ഫ്യൂഷനും ഉണ്ടായിരിക്കും. ചാർലി CC, ബേബി ഫ്രാൻസിസ്, ഗോഡ്വിൻ ജോജു എന്നിവരും കമ്മിറ്റി അംഗങ്ങളും തിരുനാൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. CCTV ന്യൂസ്, ചാവക്കാട്. കൺസെഷനെ ചൊല്ലി വിദ്യാർത്ഥിനിയുമായി തർക്കിക്കുകയും അസഭ്യവർഷം നടത്തുകയും മൊബൈൽ ഫോണിൽ ഫോട്ടോ പകർത്താൻ ശ്രമിക്കുകയും ചെയ്തെന്ന പരാതിയിൽ ബസ് കണ്ടക്ടറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ പേരാമംഗലം സ്വദേശി 37 വയസ്സുള്ള സജീഷിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ട് 3:30 സംഭവം. തൃശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിനിയുടെ കൺസെഷൻ കാർഡ് വാങ്ങി പരിശോധിച്ച ശേഷം അസഭ്യവർഷം നടത്തുകയും മൊബൈലിൽ ഫോട്ടോ പകർത്താൻ ശ്രമിക്കുകയും ചെയ്തെന്ന പെൺകുട്ടിയുടെ പരാതിയിലാണ് കണ്ടക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. സംസ്ഥാന പാതയിൽ പാറേമ്പാടത്ത് CV ശ്രീരാമൻ റോഡിന് സമീപം സ്കൂട്ടർ കുഴിയിൽ വീണ് യുവതിക്ക് പരിക്കേറ്റു. പോർക്കുളം സ്വദേശി പുലിക്കോട്ടിൽ വീട്ടിൽ 34 വയസ്സുള്ള കൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടർ സംസ്ഥാന പാതയിലെ CV ശ്രീരാമൻ റോഡിന് സമീപത്തെ ഹൈവേയിലെ കുഴിയിൽ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ യുവതിക്ക് റോഡിൽ തലയിടിച്ചാണ് പരിക്കേറ്റത്. നാട്ടുകാർ ഇവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പുന്നയൂർകുളം കുണ്ടുകടവ് ഗുരുവായൂർ റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ചതിന്റെ ഗുണഫലം കരാറുകാരന് മാത്രമായി. കുഴികൾ അടച്ചതിന്റെ 2ാം ദിനം റോഡ് പഴയ പോലെ ഗർത്തങ്ങളാൽ നിറഞ്ഞു. മഴവെള്ളം കെട്ടിക്കിടക്കുന്നതോടെ അപകടങ്ങൾ പതിവാണ്. വന്നേരി മുതൽ പൊന്നാനി വരെ നിരവധി ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. താൽക്കാലികമായി അടയ്ക്കപ്പെട്ട കുഴികളിൽ നിന്നും ടാർ തെറിച്ചതിനാൽ പല വാഹനങ്ങളും വൃത്തിഹീനമായി. കഴിഞ്ഞ ദിവസം അടച്ച കുഴികളാണ് പഴയപടിയായത്. പൊതുമരാമത്ത് വകുപ്പ് അറ്റകുറ്റപ്പണി നടത്തി അടച്ച കുഴികളാണ് മഴ കനത്തതോടെ ജീവനെടുക്കുന്ന അപകട കുഴികളായി മാറി തുടങ്ങിയത്. വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ ഈ ഗർത്തങ്ങളിൽ വീഴുന്നത് പതിവാണ്.
ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന സംസ്ഥാന പാതയിൽ മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതും അപകടത്തിന് കാരണമാകുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളിലുണ്ടായ അപാകതയാണ് ഇതിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ചാവക്കാട് ബസും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ബസ് ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോ ടാക്സി മതിലിലിടിച്ചാണ് 2 പേർക്ക് പരിക്കേറ്റത്. ഓട്ടോ ടാക്സി ഡ്രൈവർ തിരുവത്ര പുത്തൻപുരയിൽ അബ്ദുൾ അസീസ്, ബസ് യാത്രികനായ ആലുംപടി സ്വദേശി അനയ് കൃഷ്ണ എന്നിവരെ കോട്ടപ്പുറം ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. ചാവക്കാട് നിന്ന് പൊന്നാനിയിലേക്ക് പോകുമ്പോഴായിരുന്നു ബസും ചാവക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഓട്ടോയുമായി കൂട്ടിയിടിച്ചത്. ചുണ്ടൽ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുടെ മെറ്റീരിയൽ ഫെസിലിറ്റി കളക്ഷൻ സെന്റർ നവീകരിക്കുന്നു. 8ാം വാർഡ് മണലിയിൽ പ്രവർത്തിക്കുന്ന MCF ആണ് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിക്കുന്നത്. പഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കുന്നതും സൂക്ഷിക്കുന്നതും ഇവിടെയാണ്. 2.5 ടൺ മാലിന്യമാണ് പ്രതിദിനം ഹരിതകർമ്മ സേനക്കാർ ശേഖരിക്കുന്നത്. സേനയുടെ പ്രവർത്തനം പഞ്ചായത്തിൽ ആരംഭിക്കുന്ന ഘട്ടത്തിൽ സജ്ജമാക്കിയ MCFന് ഉൾക്കൊള്ളാവുന്നതിന്റെ ഇരട്ടിയിലധികം മാലിന്യമാണ് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മാലിന്യം തരംതിരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും സ്ഥലപരിമിതി മൂലം കഴിയാത്ത സാഹചര്യത്തിലാണ് MCF നവീകരിക്കുന്നതിന് ഭരണസമിതി തീരുമാനിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ പറഞ്ഞു. ചൂണ്ട ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിലെ ചൂണ്ട ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യങ്ങൾ ഇവിടെ കൊടുന്ന് MCFലാണ് കൊടുന്ന് വെക്കുന്നത്. ഇവിടെ 6000 സ്ക്വയർ ഫീറ്റിലാണ് ഈ MCF സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് കുറച്ച് 15 ലക്ഷം രൂപ വീണ്ടും പഞ്ചായത്ത് വെക്കുകയും അതിൻ്റെ ഭാഗമായി ഇവിടെ ആധുനിക രീതിയിൽ കുറച്ചും കൂടി വർക്കുകൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് ഇവിടെ നിന്നുള്ള മാലിന്യം നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് 2 മാസത്തോളം അവിടെ വെക്കുന്നതിന് ഭരണസമിതി തീരുമാനിച്ച് അവിടെ വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ വർക്ക് കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്നുള്ള ആ മാലിന്യങ്ങൾ നമ്മൾ ഇവിടേക്ക് മാറ്റുന്നതാണ്. അതല്ലാതെ നമുക്ക് കിട്ടുന്ന ഈ നമ്മുടെ ചൂണ്ട പഞ്ചായത്തിൽ കിട്ടുന്ന ഈ മാലിന്യങ്ങൾ വെക്കാനുള്ള സൗകര്യം കുറവുള്ളത് കൊണ്ടാണ് നമ്മുടേതായ സ്ഥലമായ ബസ് സ്റ്റാൻഡിൽ വെക്കാനുള്ള കാരണം തന്നെ. നമ്മുടെ കൂടുതൽ ഈ വർക്ക് കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് ഈ സ്ഥാപനത്തിലേക്ക് തന്നെ തിരിച്ച് ആ മാലിന്യങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. നിലവിൽ 6000 സ്ക്വയർ ഫീറ്റിൽ പ്രവർത്തിക്കുന്ന MCFൽ മാലിന്യങ്ങൾ തരംതിരിച്ച് സംഭരിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് നവീകരണത്തിന്റെ ഭാഗമായി സജ്ജമാക്കുന്നത്. MCFന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി 2 മാസം ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വാഹനത്തിലെത്തിച്ച് തരംതിരിക്കുന്ന പ്രവൃത്തി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, ആസൂത്രണ സമിതി അംഗം വത്സൻ പാറന്നൂർ, ഹരിത സഹായ സ്ഥാപനം കോർഡിനേറ്റർ NS അനഘ എന്നിവർ നവീകരണം ആരംഭിക്കുന്ന MCFലും താൽക്കാലികമായി സജ്ജമാക്കിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കേന്ദ്രത്തിലും സന്ദർശിച്ചു. CCTV ന്യൂസ് കേച്ചേരി. കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സഹകരണ സംരക്ഷണ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPIM കേച്ചേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിലെ CF ജെയിംസ് സ്മാരക ഹാളിൽ നടന്ന കൺവെൻഷൻ CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PT ജോസ്, PB അനൂപ് എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി PB അനൂപ് ചെയർമാൻ, PT ജോസ് കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു. PS ജയപ്രകാശ്, മോഹനൻ കരിമ്പനയ്ക്കൽ, ലിജു ചിറമൽ, AV വില്യംസ്, VK സന്തോഷ്, സത്യൻ മുളയംകുടത്ത്, സജിനി സഞ്ജയൻ, PT സൈമൺ, ആൻസി വില്യംസ് എന്നിവരാണ് സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. ഗുരുവായൂർ GUP സ്കൂളിൽ പ്രതിഭാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രതിഭാ കേന്ദ്രം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സായിനാഥൻ ഉദ്ഘാടനം ചെയ്തു. BRC ട്രെയിനർ TS അജിത അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക CR സിന്ധു, PTA പ്രസിഡന്റ് CK രമേശ്, CRC കോർഡിനേറ്റർ അതുല്യ രഘുത്തമൻ, അധ്യാപിക CG ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. വേലൂരിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. മണിമലർക്കാവ് ക്ഷേത്രത്തിന് സമീപമാണ് അപകടം. പരിക്കേറ്റ വേലൂർ വീട്ടിൽ അശോകൻ മകൻ അവിനാശിനെ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. DA കുടിശ്ശിക ഉടനെ അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് സ്പെഷ്യൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു.
ആര്യമ്പാടം പകൽ വീട്ടിൽ നടന്ന യോഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS ജോർജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രാജു മാരാത്ത് പതാക ഉയർത്തി. ട്രഷറർ CL പിയൂസ് അനുശോചനം രേഖപ്പെടുത്തി. സെക്രട്ടറി VS ഗോവിന്ദസ്വാമി സ്വാഗതവും മേരി ജോസഫ് നന്ദിയും പറഞ്ഞു. പുതുതായി വന്ന മെമ്പർമാരെ സംസ്ഥാന കൌൺസിൽ അംഗം K ഗോപിനാഥൻ മാസ്റ്റർ പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് MJ അഗസ്റ്റിൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് MK മുഹമ്മദ് കുട്ടി ഹാജി, സംസ്ഥാന കൌൺസിലർ TT ബേബി, MM രഘുനാഥൻ, P ഗംഗാധരൻ മാസ്റ്റർ, MG അരവിന്ദാക്ഷൻ മാസ്റ്റർ, KA സ്കറിയ, TK ലീല, മേരി ജോസഫ്, ക്രിസ്റ്റീന എന്നിവർ സംസാരിച്ചു. അറുപതിന്റെ നിറവിൽ ശ്രീകൃഷ്ണ കോളേജ്. 1964 സ്ഥാപിതമായ ശ്രീകൃഷ്ണ കോളേജ് പ്രഗത്ഭരായ അധ്യാപകരുടെയും വിദ്യാഭ്യാസ ചിന്തകരുടെയും ഗവേഷകരുടെയും വിദ്യാർത്ഥികളുടെയും ദക്ഷിണാപരമായ സംഭാവനകളിലൂടെ പുരോഗതി നേടിയാണ് 60ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ജൂലൈ 17-18 തീയതികളിലായി കോളേജിൽ വെച്ച് 60ാം സ്ഥാപിത ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഏറെ ക്രിയാത്മകമായ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന ഇക്കാലത്ത് മികച്ച പഠന ഗവേഷണ നിലവാരവും ജനാധിപത്യ ബോധവുമുള്ള മികവിന്റെ കലാലയമായാണ് ശ്രീകൃഷ്ണ കോളേജ് നിലകൊള്ളുന്നത്. മികച്ച അക്കാദമിക സെമിനാറുകൾ, കലാകായിക സാംസ്കാരിക പരിപാടികൾ, ശാസ്ത്രമേളകൾ ഉൾപ്പെടെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് 60ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിഭാവനം ചെയ്തിട്ടുള്ളത്. ശ്രീകൃഷ്ണയിൽ സേവനമനുഷ്ഠിച്ച പൂർവ്വ അധ്യാപക അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മഹാസംഗമങ്ങൾക്കും ഈ ദിവസങ്ങളിൽ കലാലയം സാക്ഷ്യം വഹിക്കും. 80 വയസ്സ് പിന്നിട്ട ശ്രീകൃഷ്ണ കോളേജിലെ പൂർവ്വ അധ്യാപകരെയും സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രഗത്ഭരായ പൂർവ്വ വിദ്യാർത്ഥികളെയും 60ാം വാർഷികത്തിന്റെ ഭാഗമായി ആദരിക്കും. ശ്രീകൃഷ്ണയുടെ ചരിത്രവും വളർച്ചയും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന സ്മരണികയുടെ പുറംചട്ടയുടെ പ്രകാശനവും തീം സോങ് അവതരണവും ചടങ്ങിൽ നടക്കും. ശ്രീകൃഷ്ണയുടെ പൂർവ്വ വിദ്യാർത്ഥികളായ സംഗീത പ്രതിഭകൾ നേതൃത്വം നൽകുന്ന സംഗീത സമന്വയം, വിവിധ കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയും കോളേജ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. CCTV ന്യൂസ്, കേച്ചേരി. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ. ആൽത്തറയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്ന് ആക്ഷേപം. ആൽത്തറ കുന്നംകുളം ഗുരുവായൂർ സംസ്ഥാന പാതയ്ക്കരികിൽ തടാകം പള്ളിക്ക് സമീപം നാലാപ്പാട്ട് ട്രാൻസ്ഫോമറിന് സമീപമാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. പ്രദേശത്തെ കിട്ടാക്കനിയായ കുടിവെള്ളം മാസങ്ങളായി ലിറ്റർ കണക്കിനാണ് പാഴായിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന പാതയ്ക്കരികിൽ വെള്ളം കെട്ടിനിൽക്കുന്നതുകൊണ്ട് കാൽനട യാത്രക്കാർക്ക് റോഡിൽ കയറി നടക്കേണ്ട അവസ്ഥയാണ്. കുഴികളിൽ വെള്ളം നിറഞ്ഞ് വാഹനങ്ങൾ കുഴിയറിയാതെ വെള്ളത്തിൽ ചാടുകയും അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നത് പതിവാണ്. സമീപമുള്ള കടകളിലേക്ക് വെള്ളം തെറിക്കുന്നതും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. നിരവധി തവണ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടികളെടുത്ത് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തലക്കോട്ടുകര വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സാമ്പത്തികമായി പിന്തുണ ആവശ്യമുള്ള സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് എൻഡോവ്മെന്റ് വിതരണം നടത്തും. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ CEO VP നന്ദകുമാർ മുഖ്യാതിഥിയായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് 85 കോടിയിലധികം രൂപ അർഹരായ 5800-ലധികം വിദ്യാർത്ഥികൾക്ക് ഈ 21 വർഷങ്ങളായി നൽകിയതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഓതർ ട്രസ്റ്റി KPR വിജയൻ പങ്കുവച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സുനിത C സ്കോളർഷിപ്പിന്റെ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് സാമൂഹ്യ പ്രതിബദ്ധതയോടെ നടപ്പിലാക്കുന്ന അർഹരായ വിദ്യാർത്ഥികൾക്കുള്ള 25 ലക്ഷം രൂപയുടെ 43 സ്കോളർഷിപ്പുകളുടെ വിതരണവും ചടങ്ങിൽ VP നന്ദകുമാർ നിർവഹിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ശാസ്ത്രാവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിന് വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യ സോഷ്യൽ എംപവർമെന്റ് സെന്റർ, വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്കോളർഷിപ്പ് പ്രോഗ്രാമിൽ വിജയികളായവർക്കും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ മുൻ ഡീൻ അക്കാദമിക് ഡോക്ടർ സുധാ ബാലഗോപാലന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമഗ്ര സ്കോളർഷിപ്പ് പദ്ധതിയായ റൂട്ട്സ് വിജയികൾക്കും സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് രശ്മി VR അർഹയായി. മണപ്പുറം ഫൗണ്ടേഷൻ ജനറൽ മാനേജർ ജോർജ് മൊറലി, മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശിൽപ ട്രീസ, സ്കോളർഷിപ്പ് കമ്മിറ്റി കൺവീനർ CK ഉണ്ണികൃഷ്ണൻ, VICT എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK തിലകൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ലാൽ തുടങ്ങിയവർ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. മികച്ച വിദ്യാർത്ഥികൾക്കുള്ള സണ്ണി ഡയമണ്ട്സ് ഔട്ട് സ്പാർക്കിൾ അവാർഡ് ഓഫ് എക്സലൻസ് ഫെബിൻ രാജൻ നേടി. പ്രോഗ്രാം കൺവീനർമാരായ ഡോക്ടർ റെജി C ജോയ്, ഡോക്ടർ രാകേഷ് ഹരി എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, വേലൂർ.
സമസ്ത കേരള വാരിയർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. സമാജം അക്ഷയ ഹാളിൽ നടന്ന അനുമോദന സമ്മേളനം നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സമാജം സംസ്ഥാന പ്രസിഡന്റ് പി കെ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കന്നഡ വാരിയേഴ്സ് വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ജനറൽ സെക്രട്ടറി വി മുരളീധര വാര്യർ, ട്രഷറർ വി ഗിരീശൻ, സംസ്ഥാന സെക്രട്ടറി AC സുരേഷ്, ടി സേതുമാധവൻ, ഗീത ആർ വാര്യർ, കെ ഉണ്ണികൃഷ്ണ വാര്യർ, ശ്യാം കെ വാര്യർ, വി സതീശൻ എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയിൽ ആരംഭിച്ച മോണിറ്ററിംഗ് സെല്ലിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടിയാണ് സെൽ തുടങ്ങിയത്. നഗരസഭാ വൈസ് ചെയർമാൻ കെ മുബാറക് അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, മുൻ ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ MR രാധാകൃഷ്ണൻ, നഗരസഭാ കൌൺസിലർ KV സത്താർ, മറ്റ് കൌൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് സ്വാഗതവും നഗരസഭാ സെക്രട്ടറി MS ആകാശ് നന്ദിയും പറഞ്ഞു. സർവീസ് നടത്തിയിരുന്ന KSRTC ബസ്സുകളെല്ലാം സർവീസ് നിർത്തിയതോടെ വലയുകയാണ് കാട്ടകാമ്പാൽ മേഖലയിലെ യാത്രക്കാർ. പെഞ്ഞാമുക്ക് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ്, പൊന്നാനി കുന്നംകുളം ഓർഡിനറി, ചിറയ്ക്കൽ എറണാകുളം ഫാസ്റ്റ് പാസഞ്ചർ അടക്കമുള്ള ബസ്സുകളാണ് കാട്ടകാമ്പാൽ പഞ്ചായത്തിലൂടെ നേരത്തെ സർവീസ് നടത്തിയിരുന്നത്. 1982 സർവീസ് ആരംഭിച്ച പെങ്ങാമുക്ക് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് അടുത്ത കാലം വരെ സർവീസ് നടത്തിയിരുന്നു. എന്നാൽ ജീവനക്കാർക്ക് താമസ സൗകര്യമില്ലാത്തതിനാൽ സർവീസ് നിർത്തുകയായിരുന്നു. പുലർച്ചെ പെങ്ങാമുക്കിൽ നിന്ന് ആരംഭിക്കുന്ന സർവീസ് ഉച്ചയോടെ തിരുവനന്തപുരത്ത് എത്തുകയും ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെടുന്ന ബസ് അർദ്ധരാത്രിയോടെ പെങ്ങാമുക്കിൽ തിരിച്ചെത്തിയിരുന്നു. ബസ് സർവീസ് നിലച്ചതോടെ പുലർച്ചെയും അർദ്ധരാത്രിയും കുന്നംകുളം ഭാഗത്തുനിന്ന് പഴഞ്ഞി, ചിറയ്ക്കൽ, പെങ്ങാമുക്ക് ഭാഗത്തേക്ക് ബസ്സുകളില്ലാത്ത അവസ്ഥയായി. പെരുന്തുരുത്തിയിലെ പുളിക്കക്കടവ് പാലം പണിതതോടെയാണ് പൊന്നാനി കുന്നംകുളം ബസ് സർവീസ് നടത്തി തുടങ്ങിയത്. ദിവസവും 4 തവണ സർവീസ് നടത്തിയിരുന്ന ബസ് സർവീസ് നിർത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇതോടെ ഈ വഴികളിലും യാത്രാക്ലേശം രൂക്ഷമാണ്. ചിറയ്ക്കലിൽ നിന്ന് വടക്കാഞ്ചേരി മെഡിക്കൽ കോളേജ്, തൃശൂർ വഴി തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തിയിരുന്ന ബസ് സർവീസും നിർത്തലാക്കിയിട്ട് വർഷങ്ങൾ പിന്നിട്ടു. മേഖലയിൽ നിന്ന് നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്താനുള്ള ആശ്രയമായിരുന്നു ഈ ബസ്. നിർത്തലാക്കിയ ബസ് സർവീസുകൾ പുനരാരംഭിക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കുന്നംകുളം പ്രസ് ക്ലബ്ബ് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച പത്രവാർത്തയ്ക്ക് മാധ്യമം പത്രത്തിന്റെ കൊച്ചിൻ വൈപ്പിൻ ലേഖിക ഹസീന ഇബ്രാഹിം, മികച്ച ടെലിവിഷൻ വാർത്തയ്ക്ക് റൈറ്റ് വിഷൻ ചേലക്കര റിപ്പോർട്ടർ PV സമീറും അർഹരായി. ഓഗസ്റ്റ് 5 തിങ്കളാഴ്ച 2:30 കുന്നംകുളം ബദനി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. ആദ്യമായാണ് കുന്നംകുളം പ്രസ് ക്ലബിന്റെ മാധ്യമ പുരസ്കാരത്തിന് വനിതാ ലേഖിക അർഹയാകുന്നത്. തുടർച്ചയായി 2ാം തവണയാണ് PV സമീർ ടെലിവിഷൻ വാർത്തയ്ക്കുള്ള പുരസ്കാരം നേടുന്നത്. 10,001 രൂപയും ബലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് CF ബെന്നി, സെക്രട്ടറി MM മുഹമ്മദ് അജ്മൽ, ട്രഷറർ സുമേഷ് P വിൽസൺ എന്നിവർ പങ്കെടുത്തു. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കേവലം സിന്ദാബാദ് വിളിക്കൽ മാത്രമല്ലെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് T സിദ്ദിഖ് MLA പറഞ്ഞു. വടക്കേക്കാട് പഞ്ചായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന AC കുഞ്ഞിമോൻ ഹാജി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ നിഖില മേഖലകളിലും പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക പ്രവർത്തനത്തിനെതിരായി ആര് പ്രവർത്തിക്കുന്നുവോ അതിനെ തടുക്കുവാൻ പുതിയ തലമുറയുടെ ഇടപെടലും സാന്നിധ്യവുമാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളോട് പറയുന്നു. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടപെടാതിരിക്കാനുള്ളതായിരിക്കുന്ന മേഖലയല്ല. രാഷ്ട്രീയ പ്രവർത്തനം ഉന്നയിക്കുന്ന തലമുറകളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ മേഖലയാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുടിയിരിക്കലും സിന്ദാബാദ് വിളിക്കലും മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിങ്ങളുടെ ഇടപെടലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. രാജ്യം ഏത് സ്ഥിതിയിലേക്ക് നടന്നു പോകുമ്പോ, രാജ്യം രാഷ്ട്രത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് നടന്നു പോകുമ്പോ നിർഭയത്തോടുകൂടി അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗമെന്നോ. വടക്കേക്കാട് AC കുഞ്ഞിമോൻ ഹാജി സ്മാരക കൾച്ചറൽ സെന്റർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വടക്കേക്കാട് TMK റീജൻസിയിൽ വെച്ചാണ് ഓർമ്മദിനത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. DCC മുൻ പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി അധ്യക്ഷനായി. മുൻ MP C ഹരിദാസ്,
AC അനുസ്മരണ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാവും ദീർഘകാലം വടക്കേകാട് പഞ്ചായത്ത് പ്രസിഡന്റും ICA വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആദ്യ പ്രസിഡന്റുമായിരുന്ന AC-യുടെ സ്മരണയ്ക്കായി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചികിത്സാ സഹായ വിതരണവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും മുൻ MLA TV ചന്ദ്രമോഹൻ നിർവഹിച്ചു. നവ്യ M. ഗിരീഷിന്റെ വന്ദേമാതര ആലാപനത്തോടെ ആരംഭിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി OM മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു. ട്രസ്റ്റ് സെക്രട്ടറി കോട്ടയിൽ ഖാലിദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി മുൻ MP-യെ ആദരിച്ചു. വൈലേരി ഗോപാലകൃഷ്ണൻ രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായ വിതരണം സ്വീകരിച്ചു. KPCC മെമ്പർമാരായ സെയ്ദ് മുഹമ്മദ് തങ്ങൾ, ഷാജി കാളിയത്തിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ്, DCC സെക്രട്ടറിമാരായ MV ഹൈദരാലി, AM അലാവുദ്ദീൻ, ബാങ്ക് പ്രസിഡന്റുമാരായ P. ഗോപാലൻ, KD വീരമണി, CA ഗോപപ്രതാപൻ, PK ഹസൻ, HM നൌഫൽ, വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഫസലുൽ അലി, വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK തുടങ്ങി കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികൾ പങ്കെടുത്തു. നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറി ഗോകുൽ കൃഷ്ണ വൈലേരി നന്ദി പറഞ്ഞു. CCTV ന്യൂസ് പുന്നയൂർകുളം. നാടൻ പലഹാരങ്ങളുടെ രുചിഭേദങ്ങൾ ഒരുക്കി മറ്റം സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ, വിദ്യാലയത്തിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലുള്ള പീലിയുടെ ഗ്രാമം എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നാടൻ ഭക്ഷ്യമേള ഒരുക്കിയത്. രുചി വൈവിധ്യം നിറഞ്ഞ നാടൻ പലഹാരങ്ങളായ കിണ്ണത്തപ്പം, വട്ടേപ്പം, കുഴിയപ്പം, അട, കൊഴുക്കട്ട, പത്തിരിപ്പുട്ട്, വെള്ളേപ്പം, അവിൽ നനച്ചത്, ഗോതമ്പ് പായസം, പഴംപൊരി എന്നിവയാണ് രക്ഷിതാക്കളുടെ സഹായത്തോടെ കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്നത്. സ്കൂൾ പ്രധാന അധ്യാപിക ഫ്ലോറൻസ് ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് TA മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി. അധ്യാപകരായ ടെസി, ബിനി, ജിക്സി, ആശ്രിത എന്നിവർ സംസാരിച്ചു. ഓണത്തെ വരവേൽക്കാനായി ഒറ്റപ്പിലാവ് തരംഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പുഷ്പകൃഷി ആരംഭിച്ചു. ഒറ്റപ്പിലാവ് സെന്ററിന് സമീപം നീട്ടിയത്ത് ഗോപിയുടെ 15 സെന്റ് സ്ഥലത്താണ് 1000 ചെണ്ടുമല്ലി തൈകൾ നട്ടത്. കൃഷിയുടെ ഉദ്ഘാടനം കേരള കർഷക സംഘം തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് M. ബാലാജി നിർവഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, വാർഡ് മെമ്പർ ഫസൽ റഹ്മാൻ, ക്ലബ്ബ് പ്രസിഡന്റ് അനീഷ്, അംഗങ്ങളായ ഷാജി വലിയറ, മണികണ്ഠൻ, അരവിന്ദ്, ബിജു, ലീല ഉണ്ണികൃഷ്ണൻ, ശ്രീലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കേക്കാട് പഞ്ചായത്തും തണൽ വടക്കേക്കാടും സംയുക്തമായി സൗജന്യ വൃക്ക പരിശോധനാ ക്യാമ്പ് നടത്തി. തടാകം ഫൗണ്ടേഷൻ നൽകിയ കെട്ടിടത്തിൽ ഒരേ സമയം 10 പേർക്ക് ഡയാലിസിസ് ചെയ്യുവാൻ അവസരമുണ്ടെങ്കിലും 5 യൂണിറ്റുകൾ മാത്രമാണ് നിലവിലുള്ളത്. ജനകീയ കമ്മിറ്റി രൂപീകരിച്ചാണ് നിലവിൽ തണൽ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നത്. കൂടുതൽ യൂണിറ്റുകൾ സജ്ജമാക്കി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട കൂടുതൽ സേവനം ചെയ്യുകയാണ് തണൽ ജനകീയ കമ്മിറ്റിയുടെ ലക്ഷ്യം. ശനിയാഴ്ച കാലത്ത് 9 മണി മുതൽ 1 മണി വരെയുള്ള സമയങ്ങളിൽ വടക്കേക്കാട് തടാകം മെഡിക്കൽ സെന്റർ ക്ലിനിക്കിലായിരുന്നു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 200 പേർക്ക് വൃക്കകളുടെ ആരോഗ്യം പരിശോധിക്കാൻ അവസരമൊരുക്കിയത്. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. തണൽ ജനകീയ കമ്മിറ്റി പ്രസിഡന്റ് KV അബ്ദു അധ്യക്ഷത വഹിച്ചു. തണൽ സോഷ്യൽ വർക്ക് വിഭാഗം തലവൻ AB ബൈജു, വടക്കേക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KV റഷീദ്, ശ്രീധരൻ മാക്കാലിക്കൽ, രുക്മിയ സുധീർ, മെമ്പർമാരായ SK ഖാലിദ് പനങ്ങാവിൽ, ബീന സുരേന്ദ്രൻ തുടങ്ങിയവരും റിൻസ്ലാൽ, ലത്തീഫ് മാസ്റ്റർ, കുഞ്ഞു തുടങ്ങിയവരും സംസാരിച്ചു. വടക്കേക്കാട് CHC ഹെൽത്ത് ഇൻസ്പെക്ടർ അശോകൻ വൃക്കകളുടെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വടക്കേക്കാട് IC ഹയർ സെക്കൻഡറി സ്കൂൾ NSS പ്രോഗ്രാം കോർഡിനേറ്റർ രാജീവ് ബെന്നിയുടെ നേതൃത്വത്തിൽ NSS വളണ്ടിയേഴ്സിന്റെ സേവനവും ഒരുക്കിയിരുന്നു. ക്യാമ്പിന് തണൽ ജനകീയ കമ്മിറ്റി ഭാരവാഹികളും ജീവനക്കാരും നേതൃത്വം നൽകി. CCTV ന്യൂസ് പൊന്നിയൂർകുളം. കടപ്പുറം പഞ്ചായത്തിലെ ചേറ്റുവ പാടം അംഗൻവാടിയിൽ കുട്ടികളും രക്ഷിതാക്കളും ALMSC അംഗങ്ങളും കൂടി വിത്ത് പന്തെറിഞ്ഞു. സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് വിത്തുപന്തുകൾ നിർമ്മിച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞത്. രക്ഷിതാക്കൾ ശേഖരിച്ച് വിവിധ ബലവൃക്ഷ തൈകളുടെ വിത്തുകൾ 4 ദിവസം മുമ്പ് കളിമണ്ണിലാക്കി വെച്ചിരുന്നു. ഈ വിത്തുപന്തുകളാണ് പൊതുസ്ഥലമായ ഒരുമനയൂർ ലോക്ക് പരിസരത്ത് എറിഞ്ഞത്. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CB സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ചിറടയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 17 വരെ രാമായണ മാസം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആചരിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തിന് തുല്യമാണ് ഇവിടത്തെ ദർശനം. ക്ഷേത്രത്തിന്റെ ഭരണച്ചുമതല ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ശ്രീരാമസ്വാമി ക്ഷേത്രം ട്രസ്റ്റാണ് നടത്തുന്നത്. ജൂലൈ 16 മുതൽ എല്ലാ ദിവസവും രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, പാൽപായസ നിവേദ്യം, വിശേഷാൽ പൂജകൾ, രാമായണ പാരായണം, അന്നദാനം, വൈകിട്ട് ഉപദേവതകളായ തിരുമാനാംകുന്ന് ഭഗവതിക്കും പരമശിവനും ചുറ്റുവിളക്ക്, ഭഗവതി സേവ എന്നിവ നടക്കും.
ഓഗസ്റ്റ് മാസം 3-ാം തീയതി ശനിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ തന്ത്രിപൂജ, ശ്രീരാമസ്വാമിക്ക് ഒരു കുടം പാൽപ്പായസ നിവേദ്യം, ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം തുടങ്ങിയവയും ഉണ്ടാകും. വൈകിട്ട് നാറാസ് ഡോക്ടർ ഇട്ടിരിവി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പുണർദം വാരം, തുടർന്ന് വാരസദ്യയും നടക്കും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഊരാളൻ ശശിധര രാജ, പ്രഭാകരൻ ഏരത്ത്, അഡ്വക്കേറ്റ് കരുണപ്രസാദ്, ആനന്ദൻ കരുമത്തിൽ, ജയനാരായണൻ കോലഴി, ദിലീപ് തലപ്പിള്ളി, വിനോദ് കണിശ്ശേരി എന്നിവർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, കുന്നംകുളം. കാട്ടുകാമ്പാൽ പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. പഞ്ചായത്തിലെ വിവിധ റോഡുകളാണ് ജലജീവൻ പദ്ധതിയുടെയും നവീകരണ പ്രവൃത്തിയുടെയും പേരിൽ പൊളിച്ചിട്ടിരിക്കുന്നത്. പഞ്ചായത്ത് ഭരണാധികാരികളുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് YMCക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് MM മഹേഷ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കാട്ടുകാമ്പാൽ മണ്ഡലം പ്രസിഡന്റ് ഷഹീർ, വൈസ് പ്രസിഡന്റ് MS ശ്രാവൺ, ജിഷാർ, നദീർ, മുഹമ്മദ് റിയാസ്, ഷെരീഫ്, പ്രഭു, ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് കാട്ടുകാമ്പാൽ മണ്ഡലം പ്രസിഡന്റ് MM അലി, പഞ്ചായത്ത് പ്രതിപക്ഷ മെമ്പർമാരായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ ഓർമ്മയാചരിച്ചു. രാവിലെ 10 മണിക്ക് ജപമാല ശുശ്രൂഷയും തുടർന്ന് വിശുദ്ധ കുർബാനയും ആരാധനയും ഉണ്ടായി. ചടങ്ങുകൾക്ക് തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾ ചർച്ച് വികാരി ഫാദർ സ്റ്റാർട്സൺ കള്ളിക്കാടൻ, ചൊവ്വന്നൂർ സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ തോമസ് ചൂണ്ടൽ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങുകൾക്ക് ശേഷം നേർച്ചവിളമ്പും ഉണ്ടായി. അനുഗ്രഹം ലഭിച്ചവരും പ്രാർത്ഥനാ സഹായം തേടുന്നവരുമായി നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു. ദേവാലയത്തിൽ എല്ലാ മാസവും 2-ാം ശനിയാഴ്ച ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ ഓർമ്മയാചരണം നടത്താറുണ്ട്. ഊക്കനച്ചൻ അന്തരിച്ച ഒക്ടോബർ മാസം 1 മുതൽ 13 വരെ വലിയ കർമ്മങ്ങളാണ് ഇടവക ദേവാലയവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. പോർക്കുളം സേവാഭാരതിയുടെയും ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നേരത്തെയുള്ള രോഗനിർണയം ലക്ഷ്യമിട്ട് സൗജന്യ ഹെൽത്ത് കാരവാൻ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മങ്ങാട് കിസ്വ കൺവെൻഷൻ സെന്ററിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് അഞ്ഞൂർ ദിവ്യദർശൻ ഓൾഡ് ഏജ് ഹോം ഡയറക്ടറും മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറുമായ ഫാദർ ജോസഫ് താഴത്തേയിൽ ഉദ്ഘാടനം ചെയ്തു. ജനറൽ മെഡിസിൻ, ദന്തരോഗം, നേത്രരോഗം തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള 100 പേരെയാണ് ക്യാമ്പിൽ സൗജന്യ വൈദ്യ പരിശോധന നടത്തിയത്. ക്യാൻസർ, വൃക്കരോഗം, ഹൃദ്രോഗം തുടങ്ങി വിവിധ അസുഖങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഡെന്റൽ എക്സ്റേ, വിവിധ ലാബ് പരിശോധനകൾ എന്നിവയും മരുന്നുകളും ക്യാമ്പിൽ സൗജന്യമായി നൽകിയിരുന്നു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ട്രിനിറ്റി കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനയും ലഭ്യമാക്കിയിരുന്നു. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ അധ്യക്ഷനായി. ക്യാമ്പ് കോർഡിനേറ്റർ അഞ്ജന, ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ഡോക്ടർ ആര്യ, മങ്ങാട് സ്കൂൾ പ്രിൻസിപ്പൽ സജു വർഗീസ്, പോർക്കുളം സേവാഭാരതി വൈസ് പ്രസിഡന്റ് KU രവി, സെക്രട്ടറി മണിക്കുട്ടൻ, ട്രഷറർ MA സുധേഷ്, ആരോഗ്യസേവാ IM കൺവീനർ ഷിജു PA, ജോയിന്റ് സെക്രട്ടറി സരസ്വതി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ 120-ലധികം പേർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പഞ്ചായത്ത് EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ദി നെക്സ്റ്റ് ലെവൽ ഫിനിഷിംഗ് സ്കൂൾ കോർപ്പറേറ്റ് ട്രെയിനർ, മാനേജിംഗ് ഡയറക്ടറും മോട്ടിവേറ്ററുമായ പ്രവീൺ ചിറയത്ത് വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് നയിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, രാജീവ് വേണു, TO ജോയ്, ശരത് രാമനുണ്ണി, രമ ബാബു, KK ജയന്തി ടീച്ചർ, ഷീബ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കല്ലിംപുറം സ്വദേശി കല്ലിളുമ്പിൽ PC തങ്ക ടീച്ചർ എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശനം ഞായറാഴ്ച രാവിലെ എഴുത്തുകാരനും കവിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം നിർവഹിക്കും. പഴഞ്ഞി KSEB റിട്ടയർഡ് സബ് എഞ്ചിനീയറായ പരേതനായ C ശങ്കരന്റെ ഭാര്യയാണ് നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ടീച്ചറമ്മയായ തങ്ക ടീച്ചർ. മലപ്പുറം പുല്ലാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളായി 2003 വിരമിച്ച ശേഷമാണ് ബാല്യത്തിൽ ഏറെ ഇഷ്ടമായിരുന്ന എഴുത്തും അക്ഷരങ്ങളും ചിന്തകളും സാഹിത്യവും കവിതകളെയും കഥകളെയും ഏറെ സ്നേഹിച്ചത്. 74-ാം വയസ്സിന്റെ നിറവിൽ നിൽക്കുന്ന ടീച്ചർ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനപ്പുറമായി സ്വന്തമായി രചിച്ച കവിതകളും കഥകളുമാണ് മായാത്ത ഓർമ്മകൾ, ഒരു പിടി കവിതകൾ എന്നീ 2 പുസ്തകങ്ങളായി പ്രസിദ്ധീകരിച്ച്
ഞായറാഴ്ച പ്രകാശനം നടത്തുന്നത്. കുന്നംകുളം കക്കാട് സ്കൂൾ, ഇയാൽ സമാജം സ്കൂൾ, മരത്തങ്കോട് ഗവൺമെന്റ് സ്കൂൾ, കുന്നംകുളം ഗേൾസ് സ്കൂൾ എന്നിവിടങ്ങളിലായി 10ാം തരം പഠിച്ച ടീച്ചർ ബാലസാഹിത്യ മത്സരങ്ങളിലെ മികച്ച കലാതാരമായിരുന്നു. മമ്മിയൂർ LF കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും ബിരുദവും കരസ്ഥമാക്കി തൃശൂർ വിമല കോളേജിൽ ബിരുദാനന്തര ബിരുദവും നേടി. തിരൂരങ്ങാടി തിരൂർ ബോയ്സ് സ്കൂൾ അധ്യാപികയായ ടീച്ചർ നീണ്ട 28 വർഷം ചങ്ങരംകുളം മൂക്കുതല P. ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ്, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ ക്ലാസ് മുറികളിൽ അറിവുകൾ പകർന്നു നൽകുന്നത് സംഗീതം പോലെ ആസ്വദിക്കുവാൻ കഴിഞ്ഞിരുന്നതിനാൽ PC തങ്ക ടീച്ചർ വിദ്യാർത്ഥികളുടെയും സ്നേഹനിധിയായ ടീച്ചറമ്മയായി. നിരവധി പുസ്തകങ്ങളിൽ കഥയും കവിതയും രചിച്ചിട്ടുണ്ട്. 2023-24 ഇന്ത്യൻ റൈറ്റേഴ്സ് ഫോം SK പൊറ്റക്കാടിന്റെ സ്മരണാർത്ഥം സംസ്ഥാന തലത്തിൽ നടത്തിയ യാത്രാ വിവരണ സമാഹാരത്തിന് 1ാം സ്ഥാനം ലഭിച്ചു. തറവാട്ടുവീട്ടിൽ പുസ്തക പ്രകാശനത്തിന്റെ ആഹ്ലാദത്തിലാണ് കുടുംബം. ഞായറാഴ്ച കല്ലുംപുറം KCCF ഹാളിൽ രാവിലെ 10:30 നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ കടവലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷനാകും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കുട്ടികൾ നന്നായി പഠിക്കും. ഏതാണോ താല്പര്യമെങ്കിൽ ആ വിഷയം നല്ലപോലെ പഠിക്കുക. അത് ഇഷ്ടം പോലെ ജോലിക്കാവശ്യം നമ്മൾ അധ്വാനിക്കണം. ഒരു മിനിറ്റ് പോലും മനുഷ്യന് വെറുതെ സമയമില്ല. അത് പാഠം പഠിച്ചിരിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ചേർന്ന്. CCTV ന്യൂസ് പെരുമ്പിലാവ്. പന്നിത്തടത്ത് വെള്ളിയാഴ്ച മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ച ഗ്ലോബൽ ഇലക്ട്രിക്കൽസ് എന്ന സ്ഥാപന ഉടമ തന്റെ സ്ഥാപനത്തിന്റെ പരസ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച തുക ക്യാൻസർ രോഗിക്ക് നൽകി മാതൃകയായി. എയ്യാൽ സ്വദേശിയും ജീവകാരുണ്യ രംഗത്ത് ശ്രദ്ധേയനുമായ നിഷാദ് അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു രോഗിക്ക് തന്റെ പരസ്യം വകയിൽ നീക്കിവെച്ച തുക എത്തിക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു. ഈ വിഷയം ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തിയപ്പോൾ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലുള്ള ഇയാൾ പടിഞ്ഞാറ്റിൽ അഭിലാഷിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു. തന്റെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ തന്നെ അഭിലാഷിന്റെ ചികിത്സയ്ക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തുക കൈമാറി. ചടങ്ങിൽ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, 14ാം വാർഡ് മെമ്പർ MK ശശീന്ദ്രൻ, ഗ്രാമസഭാ അഡ്മിൻമാരായ അഭിലാഷ് മനയിൽ, തോമസ് EF എന്നിവർ പങ്കെടുത്തു. MBBS പരീക്ഷയിൽ ഉന്നത വിജയം നേടി നാടിന് അഭിമാനമായി മാറിയ ഡോക്ടർ സൈനുൽ ആബിദിനെ മുസ്ലിം ലീഗ് കടവല്ലൂർ പള്ളിക്കുളം മേഖലാ കമ്മിറ്റി ആദരിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഗഫൂർ പള്ളിക്കുളം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KM മൊയ്തു ഹാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് അബൂബക്കർ ഹാജി ഉപഹാരം സമർപ്പിച്ചു. മുസ്ലിം ലീഗ് കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ TK ഖാദറിന്റെ മകനാണ് ഡോക്ടർ സൈനുൽ ആബിദ്. MSF ജില്ലാ ജനറൽ സെക്രട്ടറി ഷെഫീഖ് പള്ളിക്കുളം, OM യൂസഫ്, TK ഖാദർ, മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി KK ഉസ്മാൻ സ്വാഗതവും മുഹമ്മദ് അർഷാദ് നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരിയിൽ കായിക രംഗത്ത് പ്രസിദ്ധമായ GCC ക്ലബിലെ ആദ്യകാല ഫുട്ബോൾ താരങ്ങൾ ഒത്തുചേർന്നത് അപൂർവ വിരുന്നായി. കോഴിക്കര ജാവർ ടർഫിലാണ് പൂർവ്വ താരങ്ങൾ പ്രായത്തെ മറന്ന് ഒത്തുചേർന്നത്. മത്സരത്തിനു മുമ്പായി 1980കളിൽ ക്ലബ്ബ് രൂപീകരിച്ച ആദ്യകാല താരങ്ങളായ തമ്പി അരിമ്പൂർ, ബാലൻമാഷ്, MB നൂറുദ്ദീൻ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. ക്ലബ്ബ് അംഗവും കേരള പോലീസ് ഫുട്ബോൾ ക്യാപ്റ്റനുമായ ശ്രീരാഗ് അമ്പാടി വിശിഷ്ടാതിഥിയായി. ഈപ്പൻ അരിമ്പൂർ, വിജി കൊള്ളന്നൂർ എന്നിവർ ടീം ക്യാപ്റ്റന്മാരായി. കളി തുടങ്ങി മിനിറ്റുകൾക്കകം ഇരു ടീമുകളും മികച്ച മുന്നേറ്റങ്ങൾ നടത്തി. നീണ്ട വർഷങ്ങൾക്കുശേഷം ബൂട്ടണിഞ്ഞ സജി ചെറുവത്തൂരിന്റെ ഗോൾ ആരവമുയർത്തി. ആദ്യകാല ഗോൾ കീപ്പർ വിജി കൊള്ളന്നൂർ, PC തോംസൺ, CV ഗിരീഷ്, അലി എന്നിവർ മികച്ച സേവുകൾ നടത്തി കഴിവ് തെളിയിച്ചു. 230ഓളം മെമ്പർമാരുള്ള ക്ലബ്ബിലെ പുതിയ തലമുറയിലെ കായിക താരങ്ങളും ആവേശം പകർന്നു. ഷൈബിൻ, റംഷാദ്, ജുനൈദ് എന്നിവർ കളി നിയന്ത്രിച്ചു. മത്സരത്തിനുശേഷം എല്ലാവരും ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോയെടുത്ത് ബിരിയാണിയും കഴിച്ചാണ് മടങ്ങിയത്. തിങ്കളാഴ്ച പുലർച്ചെ നടക്കുന്ന യൂറോ കപ്പ് ഫൈനലും കോപ്പ അമേരിക്ക ഫൈനലും ക്ലബ് ഹൗസിലെ വലിയ സ്ക്രീനിൽ കാണുവാനും ക്ലബ്ബ് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. പരിപാടികൾക്ക് പ്രസിഡന്റ് റോബർട്ട് തമ്പി, സെക്രട്ടറി AM ഇക്ബാൽ, ട്രഷറർ TM ബഷീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകി. നെഞ്ചുവേദനയെ തുടർന്ന് മരിച്ച വിനോദിന് അൻസാർ സ്കൂൾ അധികൃതരും ജീവനക്കാരും അന്തിമോപചാരം അർപ്പിച്ചു. 2 വർഷത്തോളമായി അൻസാർ സ്കൂൾ ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ചാലിശ്ശേരി മുലയംപറമ്പ് ക്ഷേത്രത്തിന് സമീപം നീട്ടിയത്ത് കളത്തിൽ പരേതനായ വാസുദേവൻ മകൻ വിനോദ് കുമാറാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 9ഓടെ സ്കൂൾ വിദ്യാർത്ഥികളുമായി ക്യാമ്പസിൽ എത്തിയ ഡ്രൈവർ വിനോദ് പ്രഭാത ഭക്ഷണം കഴിക്കാനായി സ്കൂൾ മെസ്സിലെത്തിയപ്പോഴാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. സ്കൂൾ അധികൃതർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വെള്ളിയാഴ്ച ഉച്ചയോടെ സ്കൂളിൽ എത്തിച്ച ഭൗതിക ശരീരം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചു. ട്രസ്റ്റ് വൈസ് ചെയർമാൻ KV മുഹമ്മദ്, സ്കൂൾ കോളേജ് ഡയറക്ടർമാരായ ഡോക്ടർ നജീബ് മുഹമ്മദ്, ഷാജു മുഹമ്മദ് ഉണ്ണി, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ഷൈനി ഹംസ, കോളേജ് പ്രിൻസിപ്പൽമാരായ J ഫരീദ, ഡോക്ടർ മഹമ്മൂദ് ഷിഹാബ് എന്നിവരും വിദ്യാർത്ഥികളും അധ്യാപകരും സഹജീവനക്കാരും അന്തിമോപചാരം അർപ്പിച്ചു. മൃതദേഹം ശനിയാഴ്ച രാവിലെ 10-ന് ചെറുതുരുത്തി ശാന്തി തീരത്ത് സംസ്കാരം നടത്തി.
കുന്നംകുളം ഏകലവ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ബികോം കോർപ്പറേഷൻ അല്ലെങ്കിൽ ബിരുദവും JDC, HDC യോഗ്യതയുള്ളവർക്ക് സൗജന്യ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ മാതൃകാ പരീക്ഷയും സ്കോളർഷിപ്പും സംഘടിപ്പിക്കുന്നു. പരീക്ഷ ഞായറാഴ്ച രാവിലെ 10-ന് ഏകലവ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് കുന്നംകുളം ഓഫീസിൽ നടക്കും. പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടുകൂടി JCK പരീക്ഷ വരെ സൗജന്യ പരീക്ഷാ പരിശീലനം ഉണ്ടാകും. വിശദവിവരങ്ങൾക്ക് 99 95 09 51 42 99 47 00 62 45 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6720 രൂപ, പവന് 53760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 99 രൂപ. ചരമം കുന്നംകുളം കീഴൂർ വലിയ പുരയ്ക്കൽ വീട്ടിൽ ജയാനന്ദൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുഷ്പലത ഭാര്യയാണ്. പ്രബിൻ, പ്രശോഭ് എന്നിവർ മക്കളാണ്. പുനേർകുളം മന്നലാംകുന്ന് പാലത്തിന് കിഴക്ക് ഭാഗം വെട്ടിപ്പുഴയിൽ താമസിക്കുന്ന തെക്കേപ്പാട്ടയിൽ സുലൈമാൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം മന്നലാംകുന്ന് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. നഫീസ ഭാര്യയാണ്. ഫൈസൽ, ഫിറോസ്, ഫസീല എന്നിവർ മക്കളാണ്. കുന്നംകുളം കിഴക്കേ അങ്ങാടി പനക്കൽ വറീദ് ഭാര്യ അമ്മിണി നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് ആർത്താറ്റ് സെന്റ് മേരീസ് റിയൻ സിംഹാസന പള്ളി സെമിത്തേരിയിൽ നടന്നു. സണ്ണി, പരേതനായ എഡിസൺ എന്നിവർ മക്കളാണ്. പഴഞ്ഞി സെന്റ് മേരീസ് റോഡ് ചെമ്മണ്ണൂർ വർഗീസ് ഭാര്യ സൂസി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 1:30-ന് പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ഷാജൻ, ജെയ്സൺ, നെൽസൺ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രസിദ്ധമായ പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ തർപ്പണ തിരുനാളിന് തുടക്കം. ഞായറാഴ്ച കാലത്ത് 6:30-നുള്ള ദിവ്യബലിക്ക് ശേഷം നേർച്ച ഭക്ഷണ വിതരണം തുടങ്ങും. ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനാകും. കൺസെഷനെ ചൊല്ലി വിദ്യാർത്ഥിനിയുമായി തർക്കിക്കുകയും അസഭ്യവർഷം നടത്തുകയും മൊബൈൽ ഫോണിൽ ഫോട്ടോ പകർത്താൻ ശ്രമിക്കുകയും ചെയ്തെന്ന പരാതിയിൽ ബസ് കണ്ടക്ടറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് പേരാമംഗലം സ്വദേശി 37 വയസ്സുള്ള സജീഷ്. ചൂണ്ടൽ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ മെറ്റീരിയൽ ഫെസിലിറ്റി കളക്ഷൻ സെന്റർ നവീകരിക്കുന്നു. 8-ാം വാർഡ് മണലിയിൽ പ്രവർത്തിക്കുന്ന MCF ആണ് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിക്കുന്നത്. സർവീസ് നടത്തിയിരുന്ന KSRTC ബസ്സുകളെല്ലാം സർവീസ് നിർത്തിയതോടെ കാട്ടകാമ്പാൽ മേഖലയിലെ യാത്രക്കാർ വലയുന്നു. പെങ്ങാമുക്ക് തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ബസ് നിർത്താൻ കാരണം താമസ സൗകര്യത്തിന്റെ അഭാവം. പ്രശ്നപരിഹാരത്തിന് ക്രിയാത്മകമായ നടപടികൾ വേണമെന്ന് ആവശ്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.